നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈസി സാമ്പാർ റെസിപ്പിയാണ്. അപ്പം സാമ്പാർ പൗഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള മസാലകൾ ചേർത്ത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് തുവരപ്പരിപ്പാണ് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം. സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വെണ്ടയ്ക്കയെല്ലാം മൂപ്പിച്ച് മാറ്റി കഷ്ണങ്ങളായ കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ നമുക്ക് വെന്ത പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വന്ന സമയത്ത് ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തേ. കടുക് ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് മൂത്ത് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാപ്സിക്കവും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് വഴട്ടിയെടുത്ത് അതിനുശേഷം ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴട്ടിയെടുത്തു. അപ്പോൾ ചെറു തീയിലിട്ട് വേണം ഇത് വഴട്ടിയെടുക്കാൻ. നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 2 തക്കാളിക്ക പഴുത്തതും കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയാണ്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇനി ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നെല്ലിക്ക വലുപ്പത്തിന് ഞാൻ പുളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ജ്യൂസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ കൊടുത്തെടുക്കാം. സാമ്പാറെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് കടുക് താളിക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തേ. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് കുറച്ച് ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കായപ്പൊടി എപ്പോഴും സാമ്പാറിന് മുന്നിട്ട് നിൽക്കണം, എങ്കിലേ ആ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ്. അതും കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിത് ഒരു ചരുവത്തിലേക്ക് പകർന്നെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുകയാണ്. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.